പെട്ടെന്ന് ഒരു മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇത് മാങ്ങ സീസൺ ആയതുകൊണ്ട് നമുക്ക് രുചികരമായ ഒരു മാങ്ങ അച്ചാർ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിന് ചട്ടിക്കകത്തോട്ട്, ചട്ടി ചൂടായി കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയ്ക്കകത്തോട്ട് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിൽ കറിവേപ്പില ഇട്ടു. ഇതിനകത്തോട്ട് കടുകും ഉലുവയും കൂടി വറുത്ത് ഒന്ന് ചതച്ചതാണ്. നല്ലെണ്ണയാണ് നമ്മൾ അച്ചാറിന് ഉപയോഗിക്കുന്നത്. ആ നല്ലെണ്ണയ്ക്കകത്തോട്ടാണ് വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു, കടുകും ഉലുവയും കൂടി ഒന്ന് വറുത്ത് ചതച്ചെടുത്തത്. ഒത്തിരി പൊടിയാനല്ല, ചതഞ്ഞതാണ്. അതിനകത്തോട്ട് ഇതാ മുളക് പൊടി ഇടുന്നുണ്ട്. കായം വറുത്ത് പൊടിച്ചതാണ്, കായപ്പൊടിയല്ല, കട്ടക്കായം വറുത്ത് പൊടിച്ചതാണ്. അതിനാണ് മണവും ടേസ്റ്റും ഗുണവും. മറ്റേ പൊടി അത്ര ഒരു സുഖമില്ല. അത് പലപ്പോഴും ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇടുന്നത്. അത് ലയിച്ച് കൊള്ളും. ഓക്കെ, നമ്മുടെ കുറച്ച് അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വിനാഗിരി, കുഴമ്പ് രൂപത്തിൽ ആക്കി അതിനകത്തോട്ട് ഉപ്പിലിട്ട മാങ്ങ തണുത്തതിന് ശേഷം ചൂടോടുകൂടി ആ മാങ്ങ ഇടുകയാണെങ്കിൽ അത് വെന്തു പോകും. അതുകൊണ്ട് നമുക്ക് അല്പം തണുത്തതിന് ശേഷം അതിനകത്തോട്ട് മാങ്ങ ഇടണം. മാങ്ങ ഇട്ട് നമുക്ക് അതിനെ ഇളക്കാം. ഇത് ഒത്തിരി ദിവസമൊന്നും ഇരിക്കത്തില്ല. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇരിക്കത്തുള്ളൂ. ഓക്കെ, നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.